വാർത്തകളിലേക്ക്. കൊല്ലം മുളിയക്കോവിലിൽ കോളേജ് വിദ്യാർത്ഥി ഫെബിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയപ്പകയെന്ന നിഗമനം. ഫെബിന്റെ സഹോദരിയുമായി തേജസിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. എന്നാൽ വീട്ടുകാർ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, എങ്ങനെയാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? പ്രണയപ്പകയാണെന്നാണ് ഇപ്പോൾ ഉള്ള നിഗമനം, അല്ലേ? കാളിദാസൻ, കഴിഞ്ഞ രാത്രി കൊല്ലം നഗരത്തെ നടുക്കിയ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രധാനമായും മറ്റൊരാളുമായി കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുടെ വിവാഹം ഉറപ്പിച്ചതാണ് ഇതുപോലത്തെ ഒരു വലിയ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ FIR റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായും ഒരുമിച്ച് പഠിച്ച ഫെബിന്റെ സഹോദരിയും ഈ പ്രതിയും തമ്മിൽ വർഷങ്ങളായി സൗഹൃദത്തിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലായി ഈ പെൺകുട്ടി അല്ലെങ്കിൽ സഹോദരി ബന്ധത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെൺകുട്ടിയെ മറ്റൊരു ആളുമായി വിവാഹം ഉറപ്പിക്കുന്നത്. ഇതായിരുന്നു പ്രധാനമായും ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അല്ലെങ്കിൽ പോലീസിന്റെ FIR റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമായും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിലെ പകയാണ് ഇതുപോലത്തെ ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ബന്ധം തുടരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതി ഈ സഹോദരിയെ നിരന്തരം ശല്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നാലെയാണ് വീട്ടുകാർ ഇതൊരു വിലക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതെല്ലാം ഈ കൊലപാതകത്തിലേക്ക് വലിയൊരു വൈരാഗ്യമായി തീർന്നെന്നാണ് പോലീസിന്റെ FIR റിപ്പോർട്ടിലെല്ലാം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ രാത്രി ഇതുപോലെ പെൺകുട്ടിയെ അന്വേഷിച്ച് വീട്ടിലെത്തിയ പ്രതി അല്ലെങ്കിൽ വീട്ടിൽ ആ പെൺകുട്ടി ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം അല്ലെങ്കിൽ പെൺകുട്ടിയെ സഹോദരൻ നേരെയും അതുപോലെ തന്നെ പിതാവ് ജോർജിന് നേരെയും ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഇത് ഈ ഫെബിന് സഹോദരനെ ഇതുപോലെ കുത്തേൽക്കുന്നതും തൊട്ടു പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന തൊട്ടു പിന്നാലെ തന്നെ മരണത്തിന് കീഴടങ്ങുന്നതും. അതിനുശേഷമായിരുന്നു ഈ പ്രതി ഈ തൊട്ടപ്പുറത്തുള്ള റെയിൽവേ ട്രാക്കിലെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. പ്രധാനമായി ഇതിൽ പോലീസിന്റെ പ്രാഥമിക അല്ലെങ്കിൽ പോലീസിന്റെ FIR റിപ്പോർട്ടിൽ പറയുന്നത് ഈ മറ്റൊരാളുമായി കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുടെ വിവാഹം ഉറപ്പിച്ചതാണ് ഇതുപോലത്തെ ഒരു ക്രൂര കൊലപാതകത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ FIR റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ മൃതദേഹം ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നിലവിൽ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതേസമയം തന്നെ ഈ ആക്രമണത്തിൽ പിതാവിനെ അല്ലെങ്കിൽ ഫെബിന്റെ പിതാവിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആന്തരിക അവയവങ്ങൾക്കെല്ലാം ഗുരുതരമായി പരിക്കേറ്റെന്നാണ് ഇപ്പോൾ ആശുപത്രി നൽകുന്ന വിവരം. ഇത് നിലവിൽ ഇപ്പോൾ പിതാവ് ജോർജ് ആശുപത്രിയിൽ തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം കൊല്ലം നഗരത്തിൽ നടക്കിയ ആ ക്രൂര കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മറ്റൊരാളുമായി ഈ കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുടെ വിവാഹം ഉറപ്പിച്ചതാണ് പ്രധാനമായും ഇതുപോലത്തെ ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ FIR പറയുന്നത്. കാളിദാസ്. ശരി, രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.